ഇല്ലാന്നേ LDFന്റെ വോട്ട് പോയെന്നേ. നിങ്ങൾക്ക് കണക്കറിയില്ലാണ്ട കൈരളിക്കാരൻ സുനിൽകുമാർ പറഞ്ഞു തരും കണക്ക്. CPIയോട് ചോദിക്കും, സ്ഥാനാർത്ഥിയോട് ചോദിക്കും. ഞങ്ങൾ ഉന്നയിച്ചു, പ്രതിപക്ഷം ഉന്നയിച്ചു, അന്ന് തന്നെ ഉന്നയിച്ചു. അന്ന് സുനിൽകുമാറും പറഞ്ഞു. ഇപ്പൊ സുനിൽകുമാർ വളരെ വ്യക്തമായിട്ട് പറയാണ്, CPI പറയാണ്, ഘടകകക്ഷികൾ പറയാണ്. അപ്പം മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഒരു പ്രഹസനമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. ആരോപണ വിധേയനായ ആള് തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മാർഗങ്ങൾ ഉറപ്പായിട്ട് തരും. ഞങ്ങളിപ്പോ BJP കുറിച്ചല്ലേ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാനിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും BJP ഇതിന്റെ ഇന്നും പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോഴല്ലല്ലോ, അതിനു മുമ്പ് പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. BJP പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. BJP CPMുമായി ചേർന്ന് സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറയാം. അതല്ലേ ഇതിന്റെ അകത്ത് ആരോപണം. ഈ ADGPയും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത്. അന്ന് CPMും ആദ്യം നിഷേധിച്ചു, RSS നിഷേധിച്ചു, പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങളല്ലേ. എന്തിനാ RSS നേതാക്കന്മാരുമായി, RSS നേതാവുമായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി. അപ്പോഴാണ് CPM നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ 1 മണിക്കൂർ പോയിട്ട് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണോ? BV അൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കണമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിന്റെ അർത്ഥം. കൈരളിക്കാരനാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് DGP അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയന് പിന്നെ എന്തിനു കൊള്ളാം. ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട്. അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ. അൻവർ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ? മുഖ്യമന്ത്രി. പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും ഇതേ ചോദ്യം, എന്നോടല്ല. ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ട്. കേരളത്തിലെ CPMന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുമായി അവിഹിതമായ ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ. 2, കേരളത്തിലെ CPM നേതാവിന് BJPയുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത്. രണ്ടുപേരും നിഷേധിച്ചില്ലേ. തെളിവ് കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സമ്മതിച്ചില്ലേ. ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാ ചോദിച്ചത്. അപ്പോ ആണല്ലോ, അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ. പ്രകാശ് ജാവദേക്കറിനെ ഈ LDFന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ. LDFന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. ഞാനും 5-6 പ്രാവശ്യം കണ്ടെന്ന് വെച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ 5-6 പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ കാര്യം? അത് കേന്ദ്രമന്ത്രിയൊന്നുമല്ല, സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്? ഇലക്ഷന്റെ അന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് 5-6 പ്രാവശ്യം. എന്തിന് എന്താ അവർ തമ്മിൽ ചർച്ച പറയട്ടെ.